മാതാപിതാക്കളെയും മുതിർന്നവരെയും സംരക്ഷിക്കുന്നതിൽ സമൂഹം ഏകമനസ്സോടെ ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മിഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായി നിർമ്മിച്ച കനാൻ വയോജന സംരക്ഷണ വില്ലേജിന്റെ ഉദ്ഘാടനം തൂത്തൂട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രത്തിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കാരുണ്യത്തോടെയുള്ള ഭരണം എന്നതാണ് ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. മുതിർന്നവരെ ബഹുമാനിക്കാനും സ്നേഹത്തോടെ പരിചരിക്കാനും കുട്ടികളെ സ്കൂൾ തലം മുതൽ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ വിവരങ്ങൾ അന്വേഷിക്കാനും അവരോട് സംസാരിക്കാനും പുതിയ തലമുറ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുതിർന്നവർക്ക് വിദഗ്ധമായ പരിചരണം ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ കോഴ്സുകൾ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിലും ആശുപത്രികളിലും ആരംഭിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൂത്തൂട്ടി ധ്യാന കേന്ദ്രം ഡയറക്ടർ സക്കറിയാസ് മോർ പീലക്സിനോസ് മെത്രാപോലിത്ത നിരവധി വർഷങ്ങളായി പ്രദേശത്ത് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാടിന് അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു ആത്മീയ പ്രവൃത്തിയാണ്. അതാണ് ക്രിസ്തുവിന്റെ യഥാർത്ഥ സന്ദേശം. കാരുണ്യവും ദയയും സഹാനുഭൂതിയും മറ്റുള്ളവരെ ചേർത്ത് നിർത്താനുള്ള പരിശ്രമത്തെയാണ് ക്രിസ്തുവിശ്വാസവുമായും ക്രൈസ്തവ ദർശനമായും യഥാർത്ഥത്തിൽ കണക്കാക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരമുള്ള സിലബസ് ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിൽ, കേരളത്തിലെ ആശുപത്രികളിലെല്ലാം ഈ കോഴ്സ് തുടങ്ങും. ഈ കോഴ്സ് കഴിഞ്ഞാൽ പണമുള്ളവർക്ക് കെയർ ഗിവേഴ്സിനെ അവർക്ക് നിർത്താം. പണമില്ലാത്ത സാധാരണക്കാരെ സംരക്ഷിക്കാൻ ലോക്കൽ ബോഡിയും ഗവൺമെന്റും ഇതുപോലുള്ള സ്ഥാപനങ്ങളുമായി ചേർന്ന് കോമണായി അവരെ സഹായിക്കാനുള്ള കെയർ ഗിവേഴ്സിനെ എല്ലാവരും ഞാൻ ഒറ്റയ്ക്കല്ല ഇതിനെ അന്വേഷിച്ചു വരാൻ ഒരു ആളുണ്ട്. എനിക്ക് എന്താണ്, മരുന്ന് കഴിച്ചോ, രാവിലെ ഭക്ഷണം കഴിച്ചോ, കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കാൻ എനിക്ക് ആരെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു തോന്നലുണ്ടാകണം. വാക്കുകൊണ്ടും നോക്കും. നമുക്ക് കുഞ്ഞുങ്ങളെ കൂടി പരിശീലിപ്പിക്കണം. ഞാൻ വരുന്നത് സ്കൂളിലെ കുഞ്ഞുങ്ങളോട് കൂടി പറയണം, നിങ്ങളുടെ പരിസരത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്നൊന്ന് അന്വേഷിക്കണം. വൈകുന്നേരം അവരുമായി നിങ്ങൾ 2-3 കൂട്ടുകാരെ പോയി അവരോട് വർത്തമാനം പറയണം. i4a ന്യൂസ്, ഏറ്റുമാനൂർ.